നല്ല ചൊക എന്നുള്ള ജിലേബിയൊക്കെ കണ്ടല്ലോ അല്ലേ. ഇന്ന് ഞങ്ങളെ ഷാർജ മുവേലയിലുള്ള സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറിയിലാണ് പോയത്. അപ്പോൾ നമ്മൾ ടിക്ടോക്കിൽ കണ്ടതാണ്, നല്ല അടിപൊളി ഒരു ബേക്കറി അവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നത്. അപ്പം ഇഷ്ടം പോലെ ബേക്കറി ചെറുതാണെങ്കിലും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ല ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല ഏറെ വലിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ ആയിട്ട് അവർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ബേക്കറിക്കകം ചെറുതാണ്, പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ പല തരത്തിലെ പക്കോഡാസാണ്, മീൻസ് ചീരയുടെയും അങ്ങനെ പല തരത്തിലെ. ഇത് ഗീയുടെ ജിലേബിയാണേ. ഞങ്ങൾ അതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് കഴിച്ച് നോക്കിയായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വീറ്റിൻ്റെ ഹൽവ, പിന്നെ കുറിക്കാനുള്ള ഒരുപാട് കടികൾ, അത് മില്ലറ്റിൻ്റെ വെച്ചുണ്ടാക്കിയതുണ്ട്, പിന്നെ വീറ്റ് വെച്ച്, അങ്ങനെ പല ഓട്സ് വെച്ച്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ആക്ച്വലി നമുക്കിതെല്ലാം ഒന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ അവിടെ ചെന്ന സമയത്ത് തന്നെ ഭയങ്കര തിരക്ക്, ഒരുപാട് ആൾക്കാരങ്ങ് വന്നു. ചെന്നപ്പോൾ കറക്റ്റ് ആരുമില്ല. അങ്ങോട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയതും ഒരുപാട് ആൾക്കാർ. പിന്നെ ഇതുപോലെ പേസ്ട്രീസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയൊക്കെ തരുവേ. അപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അതുകൊണ്ട് അത് പ്രോപ്പറായിട്ടൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇനി പോന്നു, കാരണം അങ്ങ് തിരക്കായപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്കത് പ്രോപ്പറായിട്ട് എടുക്കാനൊന്നും പറ്റാഞ്ഞപ്പം ഇടയും അങ്ങനെ ഇല്ല. അപ്പം നമ്മൾ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആകത്തില്ലേ, അതുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു. അത്യാവശ്യം ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട്. ഇത് നല്ല ഷാർജ മുവൈലയിലാണ്. നല്ല എന്നാ പറയുന്നത്, നല്ലൊരു ബേക്കറിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്യാവശ്യം എല്ലാ സാധനവും, അവിടെ പഞ്ചാമൃതം ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ തിരക്ക് വന്നതോടുകൂടി ഞങ്ങളുടെ ആ മൂടങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് കൈ കിട്ടിയതും മേടിച്ചുകൊണ്ടെങ്കിൽ പോകുന്നു. കണ്ടോ, ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ ഇടയുണ്ട്. അവിടെ നമുക്ക് ചാട്ട്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഡ്രിങ്ക്സ് ഉണ്ട്, ഒരുപാട് കടികൾ വേറെ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഒരു എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബേക്കറിയാണ് കേട്ടോ. നമ്മളെ നാട്ടിലെയൊക്കെ പോലെ തന്നെ, നാട്ടിലെ നമ്മുടെ ബെസ്റ്റ് ബേക്കറി ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ നല്ല വലിയൊരു ബേക്കറിയാണ്. അപ്പം ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അവിടെ നിന്ന് ഞങ്ങൾ അത്ര തൃപ്തിപ്പെടാതെയാണ് ഇറങ്ങി വരുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് അവർ സാമ്പിളൊക്കെ തരും, അതൊന്നും ടേസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് അധികം ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ വിഷമിച്ചിറങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ കാറേ വന്നിരുന്നു. ഞങ്ങൾ ഗീ ജലേബി മേടിച്ചേ. ഇത് 1 കിലോയ്ക്ക് 50 ദിറംസ് ആയിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ 1/4 കിലോ മേടിച്ചു. പിന്നെ ഞങ്ങൾ ബോളിയാണ് മേടിച്ചത്. നമ്മുടെ മെയിൻ ഉദ്ദേശം ബോളി മേടിക്കാനായിരുന്നു. പല ഫ്ലേവറിൽ ബോളിയുണ്ട്. ഇത് കോക്കനട്ട് ഫ്ലേവറാണ്. പിന്നെ വേറെ നമ്മുടെ നോർമൽ പരിപ്പിൻ്റെ ബോളിയുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പായസം വെച്ചിട്ട് ഈ ബോളി കൂട്ടി കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോളി മേടിച്ച് 4 ബോളിക്ക് 6 ദിറംസാണ്. അപ്പം ഒരു പാക്കറ്റിൻ്റെ അകത്ത് 4 എണ്ണം ഉണ്ട്. ഇത് പരിപ്പ് ബോളിയാണ്, നോർമൽ നമ്മുടെ പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന ബോളിയില്ലേ, ആ ബോളി. ആദ്യം കാണിച്ചത് കോക്കനട്ട് ഫില്ല് ചെയ്ത ബോളിയാണേ. പിന്നെ നമ്മൾ മേടിച്ചത് മറ്റേ സ്വീറ്റ്ന. അപ്പം അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും മധുരമില്ല, പക്ഷേ നമ്മൾ പണ്ട് വേറെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ മേടിച്ച് നോക്കിയതിലും വെച്ച് നല്ലതാണ്. ഒരെണ്ണം കഴിച്ചാലുണ്ടല്ലോ, നമ്മൾക്ക് ഒരെണ്ണം ഭയങ്കര നിറവാണ്. 2 ദിറംസേ ഉള്ളൂ ഒരു സ്വീറ്റ്നായിക്ക്. നിറച്ചും നല്ല ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള സാധനമാണ്, പക്ഷേ ഒത്തിരി മധുരമില്ല, എന്നാൽ മധുരം ഉണ്ട് താനും. അങ്ങനെ ഒരു ഐറ്റം. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറി ഷാർജ മുവൈല. നിങ്ങളും പോകണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.